ചാവക്കാട് പ്ലാങ്ങാട് വൈലി ശ്രീ കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ 2 ആനകൾ ഇടഞ്ഞു. ആനപ്പുറത്തുനിന്ന് വീണ് 4 പേർക്ക് പരിക്ക്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. ആനയോട്ടത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇരിങ്ങാലക്കുട കല്ലൻകുന്നിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് ജപ്തി ഭീഷണിയെ തുടർന്നാണെന്ന് കുടുംബത്തിന്റെ ആരോപണം. വായ്പ മുടങ്ങിയതോടെ കല്ലൻകുന്ന് സഹകരണ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായി കുടുംബാംഗങ്ങൾ. കോടശ്ശേരി മാരാങ്കോട് കനാലിൽ വീണ് 2 വയസ്സുകാരൻ മരിച്ചു. മാരാങ്കോട് പടിഞ്ഞാക്കര സിബിയുടെ മകൻ ഇവാനാണ് മരിച്ചത്. മാമാങ്കലഹരിയിൽ മച്ചാട്. കുതിരയെഴുന്നള്ളിപ്പുകൾ ആവേശമായി. ഉത്രാളിക്കാവ് പൂരം പറപ്പുറപ്പാടിന് തുടക്കമായി. ജില്ലയിൽ വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച വിലങ്ങൻകുന്നിൽ രേഖപ്പെടുത്തിയത് 38.8 ഡിഗ്രി സെൽഷ്യസ് ചൂട്. മറ്റത്തൂർ കൃഷിഭവനുകളിലെ കീഴിലുള്ള ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണക്ക് ഭീഷണിയിൽ. നമസ്കാരം. വാർത്തകൾ വിശദമായി. ബ്ലാങ്ങാട് കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പിനിടെ ആനയിടഞ്ഞു. ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തിയതിനെ തുടർന്ന് കുത്തുകൊണ്ട ആന വിരണ്ടോടി. വിരണ്ടോടിയ ആനയുടെ പുറത്തുണ്ടായിരുന്ന 4 പേർക്ക് ആനപ്പുറത്തുനിന്ന് വീണ് പരിക്കേറ്റു. പാലക്കാട് വടക്കംചേരി സ്വദേശികളായ കൊടിയ നിവാസിൽ അഭിഷേക്, പുത്തൻവീട് അജിൽ, പറമ്പിൽക്കോടയിൽ കൃഷ്ണപ്രസാദ്, അഴീക്കോട് എമ്മാട്ട് ശ്രീജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എഴുന്നള്ളിപ്പിനിടെ തിടമ്പേറ്റിയിരുന്ന കൊണാർക്ക് കണ്ണൻ എന്ന ആനയാണ് സമീപത്തു നിന്നിരുന്ന മീനാടത്തിൽ ശ്രീകാശ് എന്ന ആനയെ കുത്തിയത്. കുത്തേറ്റ ശ്രീകാശ് വിരണ്ടോടുന്നതിനിടെയാണ് ആനപ്പുറത്തുണ്ടായിരുന്നവർ വീണത്. വിരണ്ടോടിയെങ്കിലും ശ്രീകാശ് സമീപത്തെ റോഡ് മുറിച്ച് കടന്ന ശേഷം ശാന്തനായി നിന്നു. ആനയെ പെട്ടെന്ന് തന്നെ അനുനയിപ്പിക്കാൻ പാപ്പാന്മാർക്കായി. അതേസമയം കൊണാർക്ക് കണ്ണനെ ചങ്ങലയിൽ തളച്ചെങ്കിലും ആനയെ അനുനയിപ്പിച്ച് ലോറിയിൽ കയറ്റാൻ 1.5 മണിക്കൂർ എടുത്തു. കൊണാർക്ക് കണ്ണന്റെ പുറത്തുണ്ടായിരുന്നവർ സമീപത്തുണ്ടായിരുന്ന ആൽമരത്തിന്റെ കൊമ്പിലേക്ക് ഊർന്നിറങ്ങിയാണ് രക്ഷപ്പെട്ടത്. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടികയറും. കൊടിയേറ്റത്തിന് മുന്നോടിയായി ആനയില്ലാ ശീവേലിയും ആനയോട്ടവും നടക്കും. ബുധനാഴ്ച രാവിലെയാണ് ആനയില്ലാ ശീവേലി. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ചടങ്ങ്. ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. ആനയോട്ടത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി സബ് കമ്മിറ്റി യോഗം ചേർന്നു. ഇത്തവണ 10 ആനകളെ മാത്രമാണ് ആനയോട്ട ചടങ്ങിൽ പങ്കെടുപ്പിക്കുക. മതപ്പാടില്ലാത്തതും അപകടകാരികളല്ലാത്തതുമായ 17 ആനകളുടെ ലിസ്റ്റ് വിദഗ്ധ സമിതി തയ്യാറാക്കും. ഇതിൽ നിന്ന് 10 ആനകളെ നറുക്കിട്ടെടുക്കും. നറുക്കെടുത്ത ആനകളിൽ 3 ആനകളെ മാത്രമാണ് ഓടാൻ നിയോഗിക്കുക. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മഞ്ജുളാൽ പരിസരത്ത് 10 ആനകളെ അണിനിരത്തും. കളഭം ചാർത്തിയ ശേഷം ആനകളെ ഓടാൻ സജ്ജമാക്കും. ക്ഷേത്ര നാഴികമണി 3 അടിക്കുന്നതോടെ മാരാർ ശംഖ് മുഴക്കുകയും ആനകൾ ഓടാൻ തുടങ്ങുകയും ചെയ്യും. ആദ്യം ഓടിയെത്തി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. ക്ഷേത്രത്തിനകത്ത് ആനകളെ ഓടാൻ അനുവദിക്കില്ല. ആചാരപ്രകാരമുള്ള പ്രദക്ഷിണം പൂർത്തിയാക്കും. മഞ്ജുളാൽ മുതൽ ക്ഷേത്രം വരെ ആനകൾ ഓടുന്ന വഴിയിൽ കാണികളെ നിർത്തില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കാനും യോഗം തീരുമാനിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, സബ് കമ്മിറ്റി അംഗങ്ങളായ കെ പി ഉദയൻ, സജീവൻ നമ്പിയത്ത്, ബാബുരാജ് ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ഗുരുവായൂർ. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ തിരഞ്ഞെടുത്തു. ഗോപി കണ്ണൻ, രവികൃഷ്ണൻ, ദേവദാസ് എന്നീ കൊമ്പന്മാരാണ് ഇത്തവണ ഓടുന്നത്. രാവിലെ സഹസ്ര കലശത്തിന് ശേഷം കിഴക്കേ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ നറുക്കെടുപ്പിലൂടെയാണ് ആനകളെ തിരഞ്ഞെടുത്തത്. കൊമ്പൻ, ചെന്താമരാക്ഷൻ, പിടിയാന, ദേവി എന്നീ ആനകൾ കരുതലായും ഉണ്ടാകും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നറുക്കെടുത്തു. ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, മനോജ് ബി നായർ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ പി മനോജ് കുമാർ, കെ എസ് മായാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ആനയോട്ടത്തിലെ താരമാണ് ഗോപികണ്ണൻ. ഗോപികണ്ണൻ 8 തവണയും രവികൃഷ്ണൻ 2 തവണയും ജേതാക്കളായിട്ടുണ്ട്. 10 ആനകളാണ് ഇത്തവണ ആനയോട്ട ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മുൻനിരയിൽ അണിനിരക്കുന്ന 3 ആനകളിൽ ആദ്യം ഓടിയെത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളുടെ ഭാഗമായ കലശ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് ഗുരുവായൂരപ്പന് 1000 കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്തു. രാവിലെ ശീവേലി, പന്തീരടി പൂജ എന്നിവയ്ക്ക് ശേഷം പൂജ ചെയ്ത് ചൈതന്യപൂരിതമാക്കിയ 975 വെള്ളിക്കുംഭങ്ങളും 26 സ്വർണ്ണക്കുംഭങ്ങളും കീഴ്ശാന്തി നമ്പൂതിരിമാർ ശ്രീലകത്തെത്തിച്ചു.
വാദ്യത്തിന്റെ അകമ്പടിയോടെ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് 1000 കലശങ്ങൾ ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. സഹസ്രകലശ ചടങ്ങുകൾക്ക് ശേഷം വിശേഷവാദ്യങ്ങൾ മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം എന്നിവയുടെ അകമ്പടിയിൽ മേൽശാന്തിയുടെ അഭാവത്തിൽ ഓദിക്കൻ, മുന്നൂലം ഭവേഷ് നമ്പൂതിരി കുംഭേശ കലശവും, ശാന്തിയേറ്റ കീഴ്ശാന്തിമാരായ മേലേടം പത്മനാഭൻ നമ്പൂതിരി കർക്കരി കലശവും, മുന്നൂലം ഹരി നമ്പൂതിരി നീരാഞ്ജനവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു. തന്ത്രി ആദ്യം കുംഭേശ കലശവും പിന്നീട് ബ്രഹ്മകലശവും ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ബ്രഹ്മകലശാഭിഷേകത്തിന് ശേഷം തന്ത്രി ഉച്ചപൂജയും നിർവഹിച്ചു. ബ്രഹ്മകലശാഭിഷേകത്തോടെ 8 ദിവസം നീണ്ടുനിന്ന സഹസ്രകലശ ചടങ്ങുകൾക്ക് സമാപനമായി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ് ബി നായർ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ നേതൃത്വം നൽകി. TCV ഗുരുവായൂർ. ഇരിങ്ങാലക്കുട കല്ലൻകുന്നിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് ജപ്തി ഭീഷണിയെ തുടർന്നാണെന്ന് കുടുംബത്തിന്റെ ആരോപണം. കല്ലങ്കുന്ന് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത അശോകനാണ് ഇക്കഴിഞ്ഞ 14-ന് ആത്മഹത്യ ചെയ്തത്. വായ്പ മുടങ്ങിയതോടെ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും കുടുംബാംഗങ്ങൾ പറഞ്ഞു. 2019-ലാണ് കല്ലങ്കുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 3 ലക്ഷത്തിലധികം രൂപ അശോകൻ വായ്പയെടുത്തത്. വീട് പണി പൂർത്തീകരിക്കാനാണ് വായ്പയെടുത്തത്. കോവിഡ് കാലമായതോടെ അശോകന് ജോലി പ്രതിസന്ധി നേരിട്ടതിനാൽ തിരിച്ചടവ് മുടങ്ങി. ഇതോടെ ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണിയുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ 14-നാണ് അശോകൻ ആത്മഹത്യ ചെയ്യുന്നത്. അശോകൻ മരിച്ചതിന് ശേഷം ബാങ്ക് അധികൃതരോ ജനപ്രതിനിധികളോ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രമീള ആരോപിച്ചു. പിന്നെ കുറച്ചടച്ചിട്ട് പിന്നെ പറ്റാണ്ടായി. അപ്പോൾ പിന്നെ പുതുക്കി 2 പ്രാവശ്യമായിട്ട് പുതുക്കി 4 ലക്ഷത്തി 5 ലക്ഷത്തോളമായി. ഇപ്രാവശ്യം എന്തായാലും അടക്കി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്തിയത് ഞങ്ങൾക്ക് പോകാൻ ഇടയില്ല. ഞങ്ങൾ അമ്മയും പോകാൻ അച്ഛനും കൂടി പോകാന്നുള്ള പ്ലാനായിരുന്നു. കോടശ്ശേരി മാരാങ്കോട് കനാലിൽ വീണ് 2 വയസ്സുകാരൻ മരിച്ചു. മാരാങ്കോട് പടിഞ്ഞാക്കര സിബിയുടെ മകൻ ഇവാനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. സിബിയുടെ വീടിന്റെ പിന്നിലെ മാരാങ്കോട് വെള്ളിക്കുളങ്ങര ബ്രാഞ്ച് കനാലിലാണ് കുട്ടി വീണത്. 1/2 കിലോമീറ്ററോളം ഒഴുകിപ്പോയ കുട്ടിയെ കനാൽ ബണ്ടിലൂടെ നടന്നുപോയ പരിസരവാസിയാണ് കണ്ടത്. ഉടൻ തന്നെ കുട്ടിയെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാമാങ്ക ലഹരിയിൽ മച്ചാട്. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കുതിരകളുമായി മാമാങ്ക ഭൂമിയിലേക്കുള്ള എഴുന്നള്ളിപ്പിന് തുടക്കമായി. കുമ്പക്കുടം എഴുന്നള്ളിപ്പുകളും അകമ്പടിയായി. വിരുപ്പാക്ക, മണലിത്തറ, കരുമത്ര എന്നീ ദേശങ്ങളിൽ നിന്നുള്ള ദേശക്കുതിരകളെ തോളിലേറ്റിയ തട്ടകക്കാർ ആർപ്പുവിളികളോടെ കൊയ്തൊഴിഞ്ഞ വയലുകളിലൂടെ കുമരംകിണറ്റിങ്കര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പാർലിക്കാട് മംഗലം കുതിരകളും എത്തിച്ചേർന്നതിന് ശേഷം തട്ടക കുതിരകളെ സ്വീകരിക്കാനെത്തുന്ന ക്ഷേത്ര കുതിരകൾക്കൊപ്പം തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് വടക്കുഭാഗത്ത് എത്തിച്ചേർന്നു. പത്മശ്രീ പെരുവനംകുട്ടൻ മാരാരുടെ നേതൃത്വത്തിൽ 100-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളം തിരുവാണിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. തുടർന്ന് മാമാങ്കത്തിന്റെ ഏറ്റവും ആകർഷണീയമായ ക്ഷേത്രം പ്രദക്ഷിണം വെച്ചുള്ള കുതിരകളി നടന്നു. എഴുന്നള്ളിപ്പ് കുതിരകളെയും കൊണ്ട് തട്ടകക്കാർ ആർപ്പുവിളികളോടെ ക്ഷേത്രം വലം വെച്ചു. തുടർന്ന് ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തായി ഒരുക്കിയ ഉയരമുള്ള പന്തലിൽ കുതിരകളെ മേലേക്കുയർത്തി പന്തൽ മുട്ടിക്കാൻ ശ്രമിച്ചത് കാണികൾക്ക് ആവേശക്കാഴ്ചയൊരുക്കി. ഇതോടൊപ്പം ക്ഷേത്രം വലം വെച്ചുള്ള ഹരിജൻ വേലയും കുംഭകുടം എഴുന്നള്ളിപ്പും ആണ്ടിയും പൂതനും തിറയും നടന്നു. ഉത്രാളിക്കാവ് പൂരം പറപ്പുറപ്പാടിന് തുടക്കമായി. പൂരപങ്കാളികളായ എങ്കക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി ദേശങ്ങൾക്ക് കോമരം പള്ളിയത്ത് മാധവൻ നായർ കൽപ്പന നൽകിയതിനു ശേഷം മുല്ലയ്ക്കൽ ശ്രീമൂല സ്ഥാനത്തെത്തി ഊരാള കുടുംബമായ കേളത്ത് തറവാട്ടുകാരുടെ ആദ്യ പറ സ്വീകരിച്ചു. 3 ദേശവും 11 വീതം ആനകളെ എഴുന്നള്ളിക്കുമെന്ന് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ, ദേശകമ്മിറ്റി പ്രസിഡന്റുമാരായ AK സതീഷ് കുമാർ, CA ശങ്കരൻകുട്ടി, TP ഗിരീശൻ തുടങ്ങിയവർ അറിയിച്ചു. 25-ന് രാത്രി 8-ന് സാമ്പിൾ വെടിക്കെട്ട് വടക്കാഞ്ചേരിയും 27-ന് പൂരം ദിവസം രാത്രി 8:30-ന് എങ്കക്കാടും 28-ന് പുലർച്ചെ 5:30-ന് കുമരനെല്ലൂരും വെടിക്കെട്ട് നടത്തും. 25-ന് നടക്കുന്ന ആൽത്തറ മേളത്തിന് മട്ടന്നൂർ ശ്രീരാജ്, മട്ടന്നൂർ ശ്രീകാന്ത്, ചിറക്കൽ നിതീഷ് എന്നിവർ നേതൃത്വം നൽകും. 1 കോടി രൂപയ്ക്ക് പൂരം ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ പൂരം വരെ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 10 വരെ പറ സമർപ്പണത്തിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന് തുടക്കം കുറിച്ച് കൊടിക്കൂറ ഉയർത്തൽ ചടങ്ങ് നടന്നു. ക്ഷേത്രകോമരം പള്ളിയത്ത് മാധവൻ നായർ, ക്ഷേത്രം ഊരായ്മ കേളത്ത് പാർവതി, മേൽശാന്തി ഗോപാലകൃഷ്ണൻ, ദേവസ്വം ഓഫീസർ ശ്രീരാജ് തുടങ്ങിയവർ പങ്കെടുത്തു.
ജില്ലയിൽ ചൊവ്വാഴ്ച കനത്ത ചൂട് രേഖപ്പെടുത്തി. വിലങ്ങൻകുന്നിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂടായ 38.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. പീച്ചിയിൽ 38.2, ചാലക്കുടിയിൽ 36.3, വെള്ളാനിക്കര 36.1, എങ്കക്കാട് 36.4 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പുണ്ട്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെ വിശ്രമം അനുവദിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു. തൊഴിൽ സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തണമെന്നും സമയക്രമം എല്ലാ തൊഴിലുടമകളും പാലിക്കണമെന്നും ലേബർ ഓഫീസർ അറിയിച്ചു. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ കീഴിലുള്ള ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണങ്ങി നശിക്കുന്നു. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ ആറുശ്ശേരം ബ്രാഞ്ച് കനാൽ വഴി എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ചാറ്റിലാംപാടത്തെ കൃഷി. 20 ദിവസം കൂടുമ്പോഴാണ് 1-2 ദിവസം ആറേശ്വരം കനാലിലേക്ക് അധികൃതർ വെള്ളം തുറന്നുവിടുന്നത്. ചാറ്റിലാംപാടത്തേക്ക് വെള്ളം ഒഴുകിയെത്തുമ്പോൾ കനാൽ അടയ്ക്കുകയും ചെയ്യും. ഈ പാടശേഖരത്ത് 3 പൂവ് കൃഷി പണിതെടുക്കാറുള്ളതാണ്. പിന്നീട് പുഞ്ചയ്ക്ക് വേണ്ടത്ര വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ വിരിപ്പും മുണ്ടകനും വെള്ളത്തിൻ്റെ ദൗർലഭ്യമില്ലാതെ കഴിഞ്ഞ വർഷം വരെ കൃഷി ഇറക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് വിരിപ്പ് കൃഷിക്ക് മുണ്ടകൻ കൃഷിക്കൊക്കെ കനാലിൽ നിന്നും വെള്ളം ആറശ്ശേരം ബ്രാഞ്ച് കനാൽ വഴി വന്നതിന് ശേഷം 10 ദിവസം കൂടുമ്പോൾ 4 ദിവസം വെള്ളം തുറന്നിട്ട് തരുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ വർഷം അത് 20 ദിവസം കൂടുമ്പോൾ 4 ദിവസം വെള്ളം വിടുന്നുണ്ടെങ്കിലും 2 ദിവസത്തേക്ക് ചാറ്റുളമ്പാടത്തേക്ക് വെള്ളം ലഭിക്കുക ബുദ്ധിമുട്ടാണ്. ഇക്കുറി മുണ്ടകൻ വിളയിറക്കിയ ശേഷം വേണ്ടത്ര അളവിൽ ചാറ്റിലാംപാടത്തേക്ക് വെള്ളം എത്തിയിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. കതിര് വന്നു തുടങ്ങിയ നെൽച്ചെടികളാണ് ഇപ്പോൾ വെള്ളമില്ലാതെ ഉണങ്ങി തുടങ്ങിയിട്ടുള്ളത്. ജലസേചനത്തിന്റെ കുറവ് മൂലം നെൽച്ചെടികൾക്ക് വളർച്ച കുറവാണ്. അതിനാൽ വൈക്കോൽ ഒട്ടും തന്നെ ലഭിക്കാനും സാധ്യതയില്ല. 2 ആഴ്ചത്തേക്ക് കനാൽ വെള്ളം ലഭിച്ചാൽ കതിരുവന്ന നെൽച്ചെടികളെ ഉണക്ക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനാകുമെന്നാണ് കർഷകർ പറയുന്നത്. ഇവിടെ നെൽകൃഷി ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 50 ഏക്കറിൽ മേലെ ഇത്തവണ കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം മുഴുവനും ഉണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ വിരിപ്പിനും ഇത്തരത്തിൽ ചാഴിക്കേടും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കർഷകർക്ക് ചെലവ് ചെയ്ത രൂപ തിരിച്ചു കിട്ടില്ല. ഇത്തവണ ഒന്നും കിട്ടില്ല. അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും കൃഷിഭവനുകളും സഹകരിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ്, അവർ വന്നൊന്ന് നോക്കി ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നാശനഷ്ടങ്ങൾ, കഷ്ടതകൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ചാറ്റിലാംപാടത്ത് ഉണങ്ങി നശിക്കുന്ന മുണ്ടകൻ കൃഷി നേരിൽ കാണാൻ ജനപ്രതിനിധികളും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്നും കനാൽ വഴി വെള്ളമെത്തിച്ച് നെൽച്ചെടികളെ രക്ഷിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. TCV കൊടകര. തുമ്പൂർമുഴിയിൽ കാട്ടാനകൾ റോഡരികിലെ തട്ടുകട തകർത്തു. കല്ലമ്പള്ളി സുഹറ എന്ന സ്ത്രീ നടത്തുന്ന തട്ടുകടയാണ് ചൊവ്വാഴ്ച പുലർച്ചെ ആനകൾ നശിപ്പിച്ചത്. പാത്രങ്ങളും ഫർണിച്ചറും കാട്ടാനകൾ തകർത്തു. തട്ടുകടയുടെ ചുറ്റുമറകളും നശിപ്പിച്ചു. 5 ആനകളാണ് എത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. വേനൽ കടുത്തതോടെ വെള്ളം തേടി ഉൾക്കാടുകളിൽ നിന്നും എത്തുന്ന ആനകളാണ് ഇത്തരം അക്രമങ്ങൾ നടത്തുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ മണിക്കൂറുകൾ വരി നിൽക്കേണ്ട അവസ്ഥയെന്ന ആക്ഷേപം. ഡോക്ടറെ കണ്ട ശേഷം ഫാർമസിയിൽ നിന്ന് മരുന്ന് ലഭിക്കാൻ രോഗികളും കൂട്ടിരിപ്പുകാരും മണിക്കൂറുകളോളമാണ് വരി നിന്ന് വലയുന്നത്. ഫാർമസിയിൽ മരുന്ന് കൊടുക്കാനായി ഒരു കൗണ്ടർ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. മറ്റ് ആശുപത്രികളിൽ 3-4 കൗണ്ടറുകളിലൂടെ മരുന്ന് നൽകാൻ സൗകര്യമുള്ളപ്പോഴാണ് ഇവിടെ ഒരു കൗണ്ടറിലൂടെ മാത്രം മരുന്ന് നൽകി രോഗികളെ വലയ്ക്കുന്നത്. കൗണ്ടറുകളുടെ എണ്ണം കൂട്ടി മരുന്ന് നൽകാൻ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും ആവശ്യപ്പെട്ടു. ജില്ലയിലെ വിവിധ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ്. കയ്പമംഗലം, തളിക്കുളം, കടങ്ങോട്, കൊടകര, എങ്കക്കാട്, മുണ്ടൂർ, അന്നൂർ, കല്ലൂർ, തൃക്കൂർ വില്ലേജ് ഓഫീസുകളിലായിരുന്നു റെയ്ഡ്. ഓപ്പറേഷൻ സുതാര്യത എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായാണ് റെയ്ഡ് നടന്നത്. തൃശൂർ, എറണാകുളം ജില്ലകളിലെ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടത്തിയത്. കൊടുങ്ങല്ലൂരിൽ CPIയിൽ ആഭ്യന്തര കലാപം. ഒരു വിഭാഗം നേതാക്കൾ പാർട്ടി സ്ഥാനങ്ങളും നഗരസഭാ കൌൺസിലർ സ്ഥാനവും രാജിവെച്ചു. രാജിക്കത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കൈമാറി. CC വിപിൻ ചന്ദ്രൻ സെക്രട്ടറിയായുള്ള മണ്ഡലം കമ്മിറ്റിയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തോടുള്ള പ്രതിഷേധ സൂചകമായാണ് രാജി. പുതിയ അഡ്ഹോക് കമ്മിറ്റിയിൽ ആരോപണ വിധേയരായവരെ ഉൾപ്പെടുത്തിയതും പൊട്ടിത്തെറിക്ക് കാരണമായി. CPI നേതാക്കളുടെ രാജി കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണത്തെ പ്രതിസന്ധിയിലാക്കിയേക്കും. ഒരംഗത്തിന്റെ പിൻബലത്തിലാണ് LDF നഗരം ഭരിക്കുന്നത്.
ഒരു വിഭാഗം കൌൺസിലർമാർ രാജിവെക്കുന്നതോടെ നഗരസഭാ കൌൺസിലിൽ LDF-ന് ഭൂരിപക്ഷം നഷ്ടപ്പെടും. നാളുകളായി കൊടുങ്ങല്ലൂരിലെ CPI-യിൽ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ് ഇപ്പോഴത്തെ പൊട്ടിത്തെറി. കൊടുങ്ങല്ലൂരിലെ നേതാക്കളും പ്രവർത്തകരും ചേരിതിരിഞ്ഞതിനെ തുടർന്ന് ജില്ലാ നേതൃത്വം ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയും വിഷയം പഠിക്കാൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാറിനെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളി വരെയെത്തി. ഇതോടെയാണ് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് ജില്ലാ നേതൃത്വം കടന്നത്. CPI-ക്ക് ജില്ലയിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള മേഖലയിലെ ശക്തമായ കമ്മിറ്റി കൂടിയാണ് കൊടുങ്ങല്ലൂർ. കഴിഞ്ഞ സമ്മേളനത്തിൽ കൊടുങ്ങല്ലൂരിനെ വിഭജിച്ച് കൊടുങ്ങല്ലൂർ മാള മണ്ഡലം കമ്മിറ്റികൾ രൂപവൽക്കരിച്ച് കൊടുങ്ങല്ലൂരിൽ ബിപിൻ ചന്ദ്രനെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി മണ്ഡലം കമ്മിറ്റി നിലവിൽ വന്നത്. കരുവന്നൂർ പുഴയിൽ ചാടി ഒരു സ്ത്രീ കൂടി ആത്മഹത്യ ചെയ്തു. അവിട്ടത്തു സ്വദേശിനി കൂടലി വീട്ടിൽ 50 വയസ്സുള്ള ഷീബ ജോയാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പാലത്തിന്റെ കൈവരിക്ക് മുകളിൽ നിന്നാണ് ഇവർ പുഴയിലേക്ക് ചാടിയത്. ചെരുപ്പും ബാഗും മൊബൈൽ ഫോണും പാലത്തിൽ വെച്ച ശേഷമാണ് പുഴയിലേക്ക് ചാടിയത്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും സ്കൂബ ടീമും മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആഴ്ചകൾക്ക് മുൻപാണ് ഇതേ സ്ഥലത്ത് മറ്റൊരു സ്ത്രീ സമാന രീതിയിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. പിറ്റേ ദിവസം അഴുകിയ നിലയിൽ ഒരു യുവാവിന്റെ മൃതദേഹവും പുഴയിൽ നിന്ന് ലഭിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ഒരു യുവാവും വിദ്യാർത്ഥിയും സമാന രീതിയിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. കരുവന്നൂർ പാലത്തിന് മുകളിൽ നിന്നുള്ള ആത്മഹത്യകൾ തുടർക്കഥയായ സാഹചര്യത്തിൽ പാലത്തിന് മുകളിൽ ഇരുമ്പ് നെറ്റ് സ്ഥാപിച്ച് സുരക്ഷ ഒരുക്കണമെന്നും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് കാറ്റ് നിറച്ച ട്യൂബുകൾ പാലത്തിന് സമീപം സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കരുവന്നൂർ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാലത്തിന് മുകളിൽ വയർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. കരുവന്നൂർ പാലത്തിനെ ഒരു ആത്മഹത്യ മുനമ്പാക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ആത്മഹത്യകൾ കൂടിവരുന്നതിൽ പ്രദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കൂടി പരിഗണിച്ചാണ് അടിയന്തരമായി നടപടി സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചാവക്കാട് തിരുവത്രയിൽ വൻ മോഷണം. പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് പണവും ലക്ഷങ്ങളുടെ വെള്ളിപ്പാത്രങ്ങളും മറ്റ് സാധനങ്ങളും കവർന്നു. തിരുവത്ര അത്താണിത്തറയിൽ മണിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ചെന്നൈയിൽ ബിസിനസ് നടത്തുന്ന മണി കുടുംബവുമായി ചെന്നൈയിലാണ് താമസം. വീട്ടിലെത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിലിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത്. അകത്തെ വാതിൽ തകർത്താണ് കവർച്ച നടത്തിയത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. നേട്ടങ്ങൾ ഒന്നും പറയാനില്ലാത്ത ഭരണകൂടം വർഗീയത പറഞ്ഞ് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശ യാത്രയുടെ ഉദ്ഘാടനം വടക്കേക്കാട് നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻകുട്ടി, CH റഷീദ്, ജോസഫ് ചാലിശ്ശേരി, സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ കീരൻകുളങ്ങര ക്ഷേത്രകുളത്തിൽ ജ്വല്ലറി സുരക്ഷാ ജീവനക്കാരനെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം സ്വദേശി 55 വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത്. തൃശൂർ ഇക്കണ്ടവാരി റോഡിലെ സ്വർണ്ണക്കടയിൽ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ക്ഷേത്രം ജീവനക്കാരാണ് മൃതദേഹം കണ്ടത്. ഇയാൾ കഴിഞ്ഞ ദിവസം രാവിലെ ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തിയിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ആശുപത്രിയിലേക്ക് കയറുന്ന ചവിട്ടുപടികളിലും ആശുപത്രികളിലെ വാർഡുകളിലെ കട്ടിലിനടിയിലും ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന തെരുവ് നായ്ക്കളും നായക്കുട്ടികളും വിഹരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗിക്ക് തെരുവ് നായയുടെ കടിയേറ്റത്. തെരുവ് നായ ശല്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും തെരുവ് നായ്ക്കളെ പിടികൂടാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. തൃപ്രയാർ ക്ഷേത്രം പാർക്കിംഗ് ഗ്രൗണ്ടിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് കാർ തകർന്നു. കൊല്ലം സ്വദേശി ജിബിൻ രാജേന്ദ്രന്റെ കാറാണ് ഭാഗികമായി തകർന്നത്. നടൻ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ള വിസ്മയാസ് സ്റ്റുഡിയോയിലെ ജീവനക്കാരനാണ് ജിബിൻ. പുതിയ സിനിമയുടെ ജോലിക്കിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയതായിരുന്നു. തൃപ്രയാറിലെത്തിയ ജിബിൻ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിലെ ഗ്രൗണ്ടിലാണ് കാർ പാർക്ക് ചെയ്തത്. രാവിലെ ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് കാർ തകർന്നത് കാണുന്നത്. സ്ഥലത്തെത്തിയ നാട്ടിക ഫയർഫോഴ്സും വലപ്പാട് പോലീസും ചേർന്ന് വടം കെട്ടി ഉയർത്തി മരക്കൊമ്പ് മുറിച്ചു മാറ്റുകയായിരുന്നു. ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി കേരള ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെതിരെ ക്രിമിനൽ പരാമർശം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാപ്പു പറയണമെന്നാവശ്യപ്പെട്ടാണ് CPMന്റെ വനിതാ സംഘടനയായ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ
പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്വരാജ് റൌണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എം ഗിരിജാദേവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ബിന്ദു, മഞ്ജുള അരുണൻ, രഞ്ജു വാസുദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരോഗ്യമേഖലയിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പുന്നയൂർക്കുളം പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം, പൊതുജനാരോഗ്യ വിഭാഗം, പാലിയേറ്റീവ് ലാബ്, ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ ആശുപത്രികളിലെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിച്ചതോടെ പൊതുജനങ്ങൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന പ്രവണത കുറഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ആർ ശ്രീജിത്ത്, പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഗ്രീഷ്മ ഷനോജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ മൂസ അലത്തയിൽ, പ്രേമ സിദ്ധാർത്ഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ക്യാമറാമാൻ കൃഷ്ണകുമാർ മലയിലിന്റെ പിതാവ് കൊട്ടേക്കാട് കുന്നത്തുപീടിക സ്വദേശി മലയിൽ വീട്ടിൽ അയ്യപ്പൻ മകൻ കുട്ടൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. തൃശ്ശിവപേരൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശാഭിഷേകത്തോടെയുള്ള ദ്രവ്യകലശം ബ്രഹ്മകലശാഭിഷേകത്തോടെ സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് ഗണപതി ഹോമം നടന്നു. അമ്മന്നൂർ കുട്ടൻ ചാക്യാരുടെ ചാക്യാർ കൂത്ത് അവതരണവും ഉണ്ടായിരുന്നു. തിരുവുത്സവത്തിന് ബുധനാഴ്ച വൈകിട്ട് കൊടിയേറും. ഉത്സവം 28-ന് ആറാട്ടോടെ സമാപിക്കും. അനധികൃതമായി പടക്ക നിർമ്മാണം നടത്തിയിരുന്ന വയോധികനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി കരിയന്നൂർ കുന്നത്ത് വീട്ടിൽ മോഹനനാണ് അറസ്റ്റിലായത്. ഇയാൾ വീട് കേന്ദ്രീകരിച്ചാണ് പടക്കമുണ്ടാക്കിയിരുന്നത്. ചെറിയ അളവിൽ അലുമിനിയം പൗഡർ, കരിമരുന്ന്, തിരികൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാവക്കാട് ബ്ലാങ്ങാട് വൈലി ശ്രീ കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ 2 ആനകൾ ഇടഞ്ഞു. ആനപ്പുറത്തുനിന്ന് വീണ് 4 പേർക്ക് പരിക്ക്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. ആനയോട്ടത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇരിങ്ങാലക്കുട കല്ലൻകുന്നിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് ജപ്തി ഭീഷണിയെ തുടർന്നാണെന്ന് കുടുംബത്തിന്റെ ആരോപണം. വായ്പ മുടങ്ങിയതോടെ കല്ലൻകുന്ന് സഹകരണ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായി കുടുംബാംഗങ്ങൾ. കോടശ്ശേരി മാരാങ്കോട് കനാലിൽ വീണ് 2 വയസ്സുകാരൻ മരിച്ചു. മാരാങ്കോട് പടിഞ്ഞാക്കര സിബിയുടെ മകൻ ഇവാനാണ് മരിച്ചത്. മാമാങ്ക ലഹരിയിൽ മച്ചാട് കുതിരയെഴുന്നള്ളിപ്പുകൾ ആവേശമായി. ഉത്രാളിക്കാവ് പൂരം പറപ്പുറപ്പാടിന് തുടക്കമായി. ജില്ലയിൽ വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച വിലങ്ങൻകുന്നിൽ രേഖപ്പെടുത്തിയത് 38.8 ഡിഗ്രി സെൽഷ്യസ് ചൂട്. മറ്റത്തൂർ കൃഷിഭവനുകളുടെ കീഴിലുള്ള ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണക്ക് ഭീഷണിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.